നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിമ മോഹൻ. അർത്ഥ ആയുർവേദിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ശരീരം കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസകോശ സംബന്ധമായിട്ട് യാതൊരു അസുഖവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ശ്വാസ തടസ്സം നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാൻ പറ്റും. ഈ ഒരു ശ്വാസം മുട്ടൽ 1-2 ദിവസമല്ല, കുറച്ചധികം ദിവസം തന്നെ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ ക്ഷീണം, വീക്ക്നെസ്, 1-2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന വീക്ക്നെസ്. നമ്മൾ കാര്യമായിട്ട് കഠിനമായിട്ട് ഒരു ജോലിയും ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ നമുക്കൊരു വീക്ക്നെസ് അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. കൈകാൽ മുട്ടുകളിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്കൊരു യെല്ലോ കളറുള്ള ഒരു പാച്ചസ്, ഒരു തടിപ്പ് നമ്മൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കൊളസ്ട്രോൾ കൂടിയതിൻ്റെ ഒരു ലക്ഷണമാണിത്. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ദേഹത്ത് മൊത്തമായിട്ട്, ദേഹം ആസകലം നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്നുള്ളത്. ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദനയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാതെ കിതക്കുന്നുണ്ടെങ്കിൽ അതും കൊളസ്ട്രോൾ കൂടിയതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. BP കൂടിയവരിൽ പൊതുവെ നമുക്ക് കൊളസ്ട്രോളും അധികമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കതിനുള്ള ഒരു മെഡിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.